നമസ്കാരം. ദിവ്യ എസ് അയ്യർ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് കേരളത്തിലെ സംഘികളുടെ മുഴുവൻ കുരു പൊട്ടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ഈ നാടിന്റെ മുന്നിൽ മുസ്ലിം മതവിഭാഗക്കാരെ ചാപ്പ കുത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കിനെ റദ്ദാക്കിയിട്ടുണ്ട്. മുസ്ലിം മത വിഭാഗത്തെക്കുറിച്ച് ജിഹാദി ജിഹാദി എന്നുള്ളൊരു പരാമർശം ഏവരുടെയും മുഖത്ത് നോക്കി സംഘികൾ ഒരു ഉളുപ്പില്ലാതെ വിളിക്കും. എന്താണ് ആ ജിഹാദി എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്ന് ഒരു IAS ഉദ്യോഗസ്ഥയായിട്ടുള്ള ഒരു ലെഫ്റ്റ് ലിബറൽ മൈൻഡുള്ള ദിവ്യ തുറന്നു പറയുമ്പോൾ ഈ നാട്ടിൽ സംഘികൾ പറയുന്നു ജിഹാദികളെന്നും അത് ഏറ്റുപാടുന്ന ചില മണ്ടപോയ സംഘികളും ഒപ്പം തന്നെ ക്രിസംഘികളും കേൾക്കേണ്ട ഒരു വാചകമാണ്. അതിൽ എന്താണ് ജിഹാദി എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ തോതിൽ വിമർശനം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒരു മതവിഭാഗത്തെ കോൺട്രൈസ് ചെയ്യാൻ വേണ്ടിയും ആ മതവിഭാഗത്തിൻ്റെ ചോദ്യങ്ങളെയോ അല്ലെങ്കിൽ അവർ ഉയർത്തുന്ന ആശയങ്ങളെ റദ്ദാക്കാൻ വേണ്ടി പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ പ്രയോഗം കേൾക്കും. ജിഹാദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ്. നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ്. ഒരുപക്ഷെ യാതന എന്നുള്ളതാണ്. അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം. തീവ്രപക്ഷത്തേക്ക് ചേരുക, അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഖുറാനിൽ ആ പദം ഉപയോഗിക്കുന്ന സന്ദർഭം എന്നുള്ളത് ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ തൻ്റെ അനുയായികളോട് പറയുകയാണ്, നാം ഇനി ഇതിലും വലിയൊരു സമരത്തിനാണ് പോകുന്നത് എന്ന്. കേട്ടല്ലോ. ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്വതന്ത്ര ചിന്തയോടുകൂടി ചില കാര്യങ്ങളെക്കുറിച്ച് വെട്ടിത്തുറന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. കാര്യം വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് അവർ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അവർക്ക് നേരെ അതിക്രമം അഴിച്ചുവിടാൻ സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരം കാര്യങ്ങളെയൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇന്ന് കേരളം പോലൊരു സംസ്ഥാനത്തും നിലനിൽക്കേണ്ട മതേതരത്വവും ഒപ്പം തന്നെ മതങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നതെന്നും അതിൽ ഇസ്ലാം മതം ജിഹാദി എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം എന്തെന്നും അത് ഖുറാനിലെ ബദർ യുദ്ധത്തിന് ശേഷം വിശദീകരിക്കുന്ന സാഹചര്യം എന്തെന്നും അതിൻ്റെ ഉദാഹരണം എന്തെന്നും വിശദീകരിച്ച് കൊടുക്കുമ്പോൾ കേരളം കേൾക്കേണ്ടത് ഈ നാട്ടിൽ മതേതര ചിന്തയുള്ള അല്ലെങ്കിൽ മതേതരത്വം നിലനിർത്തണമെന്ന് ഉറച്ച വിശ്വാസമുള്ള ചില മനുഷ്യരുണ്ട്. അതിലൊരു വ്യക്തിയാണ് ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട. പ്രിവിലേജ് ഉള്ള ഒരു വിഭാഗത്തിൽ ജനിച്ചതിന് ശേഷവും തനിക്ക് അതിൻ്റെതായിട്ടുള്ള സകല സൗകര്യവും അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളും കിട്ടിയതിന് ശേഷം അത് അനുഭവിക്കുകയല്ല തൻ്റെ ഉത്തരവാദിത്വം. ഈ സമൂഹത്തിൽ വേട്ടയാടപ്പെടുന്നവർ, ആക്രമിക്കപ്പെടുന്നവർ, അവർക്ക് വേണ്ടി ശബ്ദമായി മാറുക എന്നുള്ളത് തൻ്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പരസ്യമായിട്ട് അവർ തൻ്റെ നിലപാട് വിശദീകരിക്കുമ്പോൾ അത് ചിലയിടങ്ങളിൽ ഏൽപ്പിക്കാവുന്ന ഗുരുതരമായ പരിക്കും തുടർന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഒരു പൊതു പരിപാടിയിൽ ഈ ജിഹാദി സ്റ്റേറ്റ്മെന്റിനെ സംഘികൾ ഉയർത്തിവിട്ട മുഴുവൻ ആശയങ്ങളെ റദ്ദാക്കിക്കൊണ്ട് ആ വാക്കിന്റെ അർത്ഥവും അത് വന്ന സാഹചര്യവും എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നു എന്ന് വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളിൽ ഈ നാടിന് വിശദീകരിച്ചു കൊടുത്തിരിക്കുന്നത്. ജിഹാദ് എന്നുള്ള ഒരു വാക്ക് നമ്മളിന്ന് ലോകമെമ്പാടും പല ആവർത്തി പലരും പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ച് കേൾക്കാറുണ്ട്. ഈ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? അറബിക് ഭാഷയിലെ അർത്ഥം എന്താണ്? ഖുറാനിൽ ജിഹാദ് എന്നുള്ള വാക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 41 ഇടങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഖുറാനിൽ ഉപയോഗിച്ചിട്ടുള്ള ജിഹാദ് എന്നുള്ള വാക്കിൻ്റെയും അതിൻ്റെ പല സന്ദർഭങ്ങളും എന്താണ് എന്നൊക്കെയുള്ളത് ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം അതിലേക്കൊന്ന് കടക്കാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി. ജിഹാദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ്. നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ്. ഒരുപക്ഷെ യാതന എന്നുള്ളതാണ്. അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം. തീവ്രപക്ഷത്തേക്ക് ചേരുക, അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഖുറാനിൽ ആ പദം ഉപയോഗിക്കുന്ന സന്ദർഭം എന്നുള്ളത് ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ
പ്രവാചകൻ തൻ്റെ അനുയായികളോട് പറയുകയാണ്, നാം ഇനി ഇതിലും വലിയൊരു സമരത്തിനാണ് പോകുന്നത് എന്ന്. ബദർ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് തളർന്ന് ഒരു വലിയ യുദ്ധം ജയിച്ചതിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ അനുയായികളോട് പറയുകയാണ്, നമ്മൾ ഇനി ഇതിലും വലിയ ഒരു സമരത്തിലേക്കാണ് പോകുന്നത് എന്ന്. അത് കേട്ടപ്പോൾ എല്ലാവരും ഇതിലും വലിയൊരു സമരമോ, ഇപ്പോൾ നമുക്ക് ആവശ്യം ഒരു വിശ്രമമാണ്. ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുമ്പോൾ ഇതിലും വലിയൊരു സമരം എന്താണ് എന്ന ആശ്ചര്യത്തോടു കൂടി അവർ കേൾക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. അതിന് നൽകുന്ന ഉത്തരം, അതെ, ഇതിലും വലിയൊരു സമരമാണ്. ആ സമരം നമ്മുടെ മനസ്സുകളോടാണ്, സ്വന്തം ദേഹ ഇച്ഛകളോടാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സുകളോടാണ്, സ്വന്തം ദേഹ ഇച്ഛകളോടാണ്, നന്മയിൽ നിന്നും നമ്മെ തടയുന്ന ദുരാഗ്രഹങ്ങളോടാണ് ആ സമരം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിരന്തരം അനുദിനം നാം നമ്മോട് തന്നെ പൊരുതുന്ന ആ പോരാട്ടത്തിൻ്റെ പേരാണ് ജിഹാദ് എന്നുള്ളത്. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ ബാഹ്യമായിട്ടുള്ള പല ശക്തികൾക്കും നമ്മൾ ഒരുപക്ഷെ പോരാടുകയും അടങ്ങുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ബാഹ്യമായിട്ടുള്ള ഏതൊരു തിന്മയെയും നമ്മൾ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ആന്തരികമായിട്ടുള്ള നമ്മുടെ ഈ പോരാട്ടം അത്രമാത്രം സുശക്തമായിരിക്കണം എന്നുള്ളതാണ് ആ വലിയ പോരാട്ടം അല്ലെങ്കിൽ ആ വലിയ സമരം എന്നുള്ളത് കൊണ്ട് ഖുറാനിൽ പറയുന്നത്. അൽ ജിഹാദ് അൽ അഷ്ഗർ, അൽ ജിഹാദ് അൽ അക്ബർ എന്നുള്ളത്. അൽ അക്ബർ എന്നുള്ളത് ദി ഗ്രേറ്റർ ജിഹാദ് എന്നുള്ള അർത്ഥത്തിലാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ആ ഒരു ദി ഗ്രേറ്റർ ജിഹാദ് എന്നുള്ളത് നാം നമ്മുടെ തന്നെ ആന്തരികമായിട്ടുള്ള പിശാചുക്കളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളതിനായി വഴിതെളിക്കുകയാണ് യഥാർത്ഥത്തിൽ ഓരോ മതവും ചെയ്യുന്നത്. എല്ലാ മതങ്ങളും നമ്മൾ അടിസ്ഥാനപരമായി നോക്കിയാൽ എല്ലാ മതങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് രണ്ട് കാര്യങ്ങളാണ്. എങ്ങനെയാണ് മനുഷ്യൻ തിന്മയെ അതിജീവിക്കേണ്ടത് എന്നുള്ളത്. മഹാഭാരതം എടുത്താലും രാമായണം എടുത്താലും ബുദ്ധമതം എടുത്താലും ജൈനമതം എടുത്താലും ക്രിസ്ത്യാനം എടുത്താലും ഇസ്ലാം മതം എടുത്താലും എല്ലാം ഒന്ന്, തിന്മയെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് എന്നുള്ളത്. രണ്ട്, യാതനകളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളത്. എല്ലാ മതങ്ങളും പല ഭാഷയിലും പല വേഷങ്ങളിലും പല കഥകളിലും പല നിയമങ്ങളിലും പല ഗാനങ്ങളിലുമൊക്കെ നമുക്ക് പകർന്നു നൽകുന്നത് ഈ രണ്ട് കൃത്യങ്ങൾക്കുള്ള പരിജ്ഞാനമാണ്. എങ്ങനെ തിന്മയെ നേരിടണം, എങ്ങനെ നമ്മൾ യാതനകളെ നേരിടണം എന്നുള്ളത്. ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ പരിജ്ഞാനം പകർന്നു തരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഖുറാനിലും ജിഹാദ് എന്നുള്ള ഒരു പദത്തിലൂടെ അർത്ഥമാക്കുന്നത്. ഇതിനേക്കാൾ മികച്ചതായി ഇനി അത് വിശദീകരിക്കാൻ കഴിയില്ല. ദിവ്യ എസ് അയ്യർ ചെയ്തിരിക്കുന്ന ഒരു പ്രവർത്തനത്തെ മുക്തകണ്ഠം പ്രശംസിക്കേണ്ടിയിരിക്കുന്നു. കാര്യം സ്വന്തം നിലപാടുകൾ, അഭിപ്രായങ്ങൾ അത് തുറന്നു പറയേണ്ടതാണ്. അത് ആക്രമിക്കപ്പെടുമെന്ന് കരുതിക്കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ താൻ വേട്ടയാടപ്പെടും, സമൂഹത്തിൻ്റെ മുന്നിൽ അധിക്ഷേപിക്കപ്പെടും എന്നൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് എന്താണോ ഒന്നിനെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യം അതിനെക്കുറിച്ച് സംസാരിക്കുക, നാടിനെ അതിനെ സംബന്ധിച്ച് ബോധവൽക്കരിക്കാൻ തനിക്ക് ഉത്തരവാദിത്തമുണ്ട്, കടമയുണ്ട് എന്ന തിരിച്ചറിവ് തന്നെയാണ് ദിവ്യയെ കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് പറയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് കേരളത്തിന്റെ സിവിൽ സർവീസിൽ ഇരിക്കുന്ന എത്ര പേർ ഈ ധൈര്യം കാട്ടുമെന്ന് ചോദിച്ചാൽ അവിടെയൊക്കെയാണ് ദിവ്യ എസ് അയ്യറൊക്കെ വേറിട്ട് നിൽക്കുന്നത്. പലപ്പോഴും കോൺഗ്രസ്സുകാരാൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. കാര്യം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ എല്ലാം പുകഴ്ത്തി പറയുന്നുണ്ട്, ഇടതുപക്ഷ നിലപാടുകൾക്ക് വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട്. ഈ സർക്കാർ ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒരു മറയുമില്ലാതെയും ഒരു മടിയില്ലാതെയും തുറന്നു പറയാനുള്ള ധൈര്യം കാട്ടിയതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടവരാണ്. പ്രത്യേകിച്ചൊരു കോൺഗ്രസ് പശ്ചാത്തലത്തിൽ കടന്നു വന്ന വ്യക്തിയായതിനാൽ തന്നെ. പക്ഷേ നിലപാടുകൾ പറയുന്നതിൽ ഒന്നും തനിക്ക് തടസ്സമാകില്ല, അത് എവിടെയും ഉറച്ചു പറയുമെന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ സംഘപരിവാറുകാർ ഉയർത്തിവിട്ട ജിഹാദി ആശയത്തെ റദ്ദാക്കിക്കൊണ്ട് ഈ രീതിയിൽ ഒരു തുറന്ന വേദിയിൽ ശക്തമായിട്ട് ആ പ്രചരണങ്ങൾക്കെതിരെയുള്ള ഒരു ശബ്ദമായി അവർ മാറിയിരിക്കുന്നത്. ആ പ്രവൃത്തിയിലൂടെ ഈ നാട്ടിൽ
വേട്ടയാടപ്പെടുന്ന അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിന് വലിയൊരു ആശ്വാസമാണ് ആ വാക്കുകളെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.